റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും ഉക്രൈൻ പ്രധാനമന്ത്രി സെലൻസ്കിയും രണ്ടാഴ്ചയുടെ ഗ്യാപ്പിനിടയിൽ ആലിംഗനം ചെയ്യാൻ കഴിയുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. എന്ന് പറഞ്ഞാൽ നയതന്ത്ര കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളെന്ന് വീണ്ടും ശശി തരൂർ എം പി പറയുകയാണ്. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിക്കുന്നു, പക്ഷേ തൻ്റെ നേതാവ് നരേന്ദ്രമോദിയാണെന്ന് പറയുന്നു. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? നേതാവ് നരേന്ദ്രമോദിയാണെന്നും അങ്ങേര് പറഞ്ഞിട്ടില്ല. അങ്ങേര് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നത് ഒരു നല്ല കാര്യം ചെയ്താൽ നല്ല കാര്യമാണെന്ന് പറയണ്ടേ. രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ഇപ്പോൾ ഒരു സ്പെസിഫിക് ചോദ്യം വന്നു, ഈ കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് ഇങ്ങനെ, അത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞു. അല്ല, തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. പുള്ളി പറഞ്ഞു, അത് പണ്ട് ഞാൻ പറഞ്ഞിരുന്നു, അത് തെറ്റാണെന്ന് ഇപ്പോൾ ബോധ്യം വന്നു, ഞാനത് തിരുത്തി. ഇത് ഞാൻ പറഞ്ഞു. ഇതിലെന്താ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ പ്രശ്നമൊന്നുമില്ല. ഇതിലാകെ ഒരു ട്രബിൾ വരുന്നത് BJP ഇതിനെ കയറി സ്വാഗതം ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കാല് മാറാൻ പോകുന്നു എന്നൊരു സിഗ്നൽ പോകുന്നത്. അപ്പോഴാണ് അത് മിക്കവാറും ഇതൊക്കെ പൊളിറ്റിക്കൽ മിസ്ചീഫാണല്ലോ. പൊളിറ്റിക്സ് കളിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ സുരേന്ദ്രൻ അതിനെ സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ്. ഞാൻ ഈ 92-ലോ 93-ലോ നമ്മുടെ ഗോവിന്ദാചാര്യ തമിഴ്നാട്ടിൽ പോയി. ഇവരുടെ സെൻറ്റർ തന്നെ തമിഴ്നാട്ടിലേക്ക് മാറ്റി. അപ്പോൾ ഇദ്ദേഹം ജയലളിതയെ കാണാൻ പോയി. ഈ വിവരം ചാനലുകാർക്കും പത്രക്കാർക്കും ചോർത്തി കൊടുത്തു. അവരെല്ലാം പയസ് ഗാർഡനിൽ വന്നു. ഗോവിന്ദാചാര്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങി. അപ്പോൾ ഇവർ ചോദിച്ചു, എന്താണ് കൂടിക്കാഴ്ച? അപ്പോൾ പുള്ളി പറഞ്ഞു, അല്ല, ഞാൻ എൻ്റെ ആസ്ഥാനം ചെന്നൈക്ക് മാറ്റി, അപ്പോൾ ഒന്ന് കാണണമല്ലോ, അതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു കള്ളച്ചിരിയും ചിരിച്ചു. നേരെയുള്ള ചിരിയല്ല, ഒരു കള്ളച്ചിരി. അപ്പോൾ ബഹളമായി. ആ കള്ളച്ചിരി വേണമെങ്കിൽ ഗോവിന്ദാചാര്യക്ക് ചിരിക്കാതിരിക്കാം. കള്ളച്ചിരി ചിരിച്ചു കഴിയുമ്പോൾ അതിന് വേറൊരു അർത്ഥമാണല്ലോ. ഈ കരുണാകരൻ്റെ കുപ്രസിദ്ധമായ കണ്ണിറുക്കലുണ്ടല്ല, ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു ഇങ്ങനെ, അപ്പോൾ അതിനൊരു വേറൊരു അർത്ഥമുണ്ട് എന്നാണ് അത്. അപ്പോൾ ഇതുപോലത്തെ ഒരു രാഷ്ട്രീയ നീക്കമാണ് സുരേന്ദ്രൻ ഇതിനെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫാന്റാസ്റ്റിക് പൊളിറ്റിക്സ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ശശി തരൂർ ഈസ് ഗോയിങ് ടു അക്സെപ്റ്റ് ദാറ്റ്. കാരണം ശശി തരൂരിന് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വിശ്വാസ്യത ഉണ്ടാവില്ല. ഒരു സാധാരണ ജില്ലാതല കോൺഗ്രസ്സുകാരനോ മണ്ഡലം തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവനോ BJPയിൽ വന്നു കഴിഞ്ഞാൽ അവനൊരു പക്ഷേ താറാവ് ഇറങ്ങുന്ന പോലെ BJPയിൽ താറാവ് വെള്ളത്തിലെന്ന പോലെ വേറൊരു പാർട്ടിയിലങ്ങ് ഇറങ്ങിപ്പോയി. ശശി തരൂരിന് അത് സാധിക്കില്ല. കാരണം ശശി തരൂർ വലിയൊരാളാണ്, അഥവാ വലിയൊരാളാണെന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ട്. 3 തവണ തിരുവനന്തപുരത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MP ആണ്. പുള്ളി BJPയിൽ വന്നാൽ തന്നെ നേരിട്ട് കേന്ദ്രത്തിലെ ആരെങ്കിലുമൊക്കെ ആയിട്ട് കണക്ഷൻ വയ്ക്കുക, കേരള BJPയുടെ തലയ്ക്ക് മുകളിൽ കൂടെ പറക്കുക, ഇതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്യും. അതൊന്നും ഒരു സംഘടനയ്ക്ക് മുതലാവുന്ന കാര്യമല്ല. അതിൽ കുറഞ്ഞ് ചെയ്യുന്നത് ശശി തരൂരിന് മുതലാവില്ല. പേഴ്സണലി ഞാൻ ശശി തരൂരിനെ BJPയിൽ തൊടിയിക്കരുതെന്നുള്ള അഭിപ്രായക്കാരനാണ്. അയാൾ ഈസ് നോട്ട് എ ഗുഡ് പൊളിറ്റീഷ്യൻ. അയാൾ ചുമ്മാ ഒരു ഗോ ഗെറ്ററാണ്. എവിടെയും നിന്ന് സ്വന്തം കാര്യം സാധിച്ചെടുക്കുക, ഒരുപാട് ദുർഗുണങ്ങൾ വിളയാടുന്നൊരു മനുഷ്യനാണ്. അപ്പം അതുകൊണ്ട് ദാറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. പൊളിറ്റിക്സിൽ ഇതൊന്നും വിഷയമല്ല. ബട്ട് വന്നും പോയും ശശി തരൂർ BJPയിലേക്ക് വരുമെന്ന് ഞാൻ കരുതുന്നില്ല. വന്നാൽ ആ ബന്ധം ക്ലിക്ക് ചെയ്യുമെന്നും ഞാൻ കരുതുന്നില്ല. കാര്യങ്ങൾ വഷളാകുകയുള്ളൂ ശശി തരൂർ വന്നു കഴിഞ്ഞാൽ. പക്ഷേ ശശി തരൂർ ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിച്ച ഒരാളാണ്. അപ്പം നയതന്ത്ര കാര്യങ്ങളിൽ എങ്ങനെ നല്ലത് ചെയ്തതിനെ നല്ലതെന്ന് അഭിനന്ദിക്കണമെന്നുണ്ട്. പക്ഷേ ഈ ഖാർഗെ ഉൾപ്പെടെയുള്ള, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരാണ്. ഈ ശശി തരൂർ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ മാറ്റി പറഞ്ഞു. ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിനെ തന്നെ തള്ളിപ്പറഞ്ഞ തരൂർ ഇപ്പോൾ പറയുന്നത് അത് ശരിയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് തള്ളിക്കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. പക്ഷേ തള്ളിക്കളയാൻ അവർക്ക് പേടിയാണ്. എങ്ങാനും തരൂർ BJPയിലേക്ക് എത്തിപ്പെട്ടാലോ എന്നൊരു പേടിയുള്ളത് കൊണ്ടല്ലേ അവർ ധൈര്യമായിട്ട് തള്ളിക്കളയാൻ തയ്യാറാവാത്തത്. യുണൈറ്റഡ് നേഷൻസിൽ എന്തോ ഉദ്യോഗം വഹിച്ചു എന്ന് വിചാരിച്ചിട്ട് അങ്ങേര് വിദേശകാര്യ വിദഗ്ധനൊന്നും ആവണമെന്നില്ല. ഇന്ത്യൻ വിദേശ നയത്തെപ്പറ്റി ഒരു സുവ്യക്തമായ ഒരു പ്രഭാഷണം ഇന്ന് വരെ ശശി തരൂർ നടത്തിയിട്ടില്ല.
അനേകം പുസ്തകങ്ങൾ ഇറക്കി. പക്ഷെ അതിലൊന്നും ഈ നയതന്ത്രത്തെ പറ്റിയുള്ള പുസ്തകങ്ങളില്ല. അത് ഇറ്റ്സ് നോട്ട് ഹിസ് കപ്പ് ഓഫ് ടീ. അങ്ങേർക്ക് റഷ്യ ഉക്രൈൻ പ്രശ്നം, അതിനകത്ത് ഇന്ത്യ എടുക്കേണ്ട നിലപാട് എന്താണ് എന്ന് പറയാനൊന്നുമുള്ള സാമർഥ്യം ശശി തരൂരിനില്ല. അതേസമയം ഇതിലെന്ത് നിലപാടെടുക്കണം എന്ന് സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു പറച്ചിലുണ്ട്. ഞാനും നമുക്കൊക്കെ ഇതിൽ അഭിപ്രായം പറയാം. നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ? നമ്മുടെ എല്ലാം ഉള്ളിൽ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക. അതാണ് ന്യായം നോക്കുക. അത് നോക്കിയിട്ട് അതിൻ്റെ ഭാഗത്ത് നിൽക്കുക. ഇതല്ല നയതന്ത്രം. ന്യായഭാഗത്തൊന്നും നിൽക്കണമെന്നൊന്നുമില്ല. നയതന്ത്രത്തിൽ നമ്മുടെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അത് ന്യായമോ അന്യായമോ ആകാം. ഭാരതത്തിൻ്റെ താല്പര്യം എന്താ? അതിൻ്റെ ഭാഗത്ത് നിൽക്കുക. എന്നിട്ട് അതിനൊരു ഭാഷ്യം ചമയ്ക്കുക. ന്യായത്തിൻ്റെ ഒരു പെയിൻ്റ് അടിക്കുക അതിന്. എന്നിട്ട് ലോകത്തോട് പറയുക ഇതാണ് ന്യായം. ലോകത്ത് മറ്റുള്ളവർക്കും മനസ്സിലാവും ഇത് ഇന്ത്യയുടെ താല്പര്യമാണ്, ഇന്ത്യ രക്ഷിക്കും, അതുകൊണ്ട് ഒരു ദോഷവുമില്ല. ഇതൊക്കെയാണ് നയതന്ത്രം എന്ന് പറയുന്നത്. ഇതൊന്നും ശശി തരൂരിന് വഴങ്ങുന്ന കാര്യമില്ല. യുണൈറ്റഡ് നേഷൻസിൽ 100,000 പേരുണ്ടായിരുന്നു, കൂട്ടത്തിൽ ശശി തരൂരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദാറ്റ് ഡസൻറ്റ് മേക്ക് ഹിം എ വൈസ് മാൻ ഇൻ ഫോറിൻ അഫെയർസ്. സോ ഫോറിൻ അഫെയർസിലൊന്നും ഇദ്ദേഹത്തിൻ്റെ സഹായമൊന്നും മോദിക്ക് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഇപ്പോൾ മോദിയുടെ ബ്യൂറോക്രസിയിലുള്ളവർ, അഡ്വൈസേഴ്സ്, ക്ലോസ് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റ്സ്, ഇവരെയൊക്കെ സ്വാധീനിക്കാനുള്ള കഴിവ് ശശി തരൂരിനുണ്ട്. അപ്പോൾ അവരുടെ വാക്ക് കേട്ട് മോദി എന്തെങ്കിലും കേന്ദ്രത്തിൽ ഒരു പോസ്റ്റ് കൊടുത്ത്, ഇതൊക്കെ വളരെ എളുപ്പമാണല്ലോ. അഡ്വൈസർ ടു ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് കൊടുക്കുക, ഒരു റാങ്ക് കൊടുക്കുക, വണ്ടി വെള്ളം ഒക്കെ ആയി സന്തോഷമായിട്ട് ജീവിച്ചു പോവുക. അപ്പോൾ കേരളത്തിൽ BJPക്ക് ശല്യമൊന്നുമില്ല, കേന്ദ്ര BJPക്കും ശല്യമൊന്നുമില്ല. ശശി തരൂരിന് സുഖമായിട്ട് വാചകടിച്ച് നടക്കാനുള്ള മാസ ശമ്പളവും കാശും അലവൻസും ഒക്കെ കിട്ടുകയും ചെയ്യും. ഇങ്ങനെ വല്ല ഏർപ്പാട് ചെയ്താലായി. ഈ റഷ്യ ഉക്രൈൻ തമ്മിലുള്ള യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കണമെന്ന് തീരുമാനമെടുക്കാൻ, അല്ലെങ്കിൽ അതിന് മുൻകൈ എടുക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് മോദി എന്നുമാണ് ഇപ്പം ശശി തരൂർ പറയുന്നത്. അദ്ദേഹം ഒരു വിശ്വപൗരനെന്ന് സ്വയം അവകാശപ്പെടുന്ന പോലെ തന്നെ ലോകരാജ്യങ്ങളിൽ കുറേ പേരെങ്കിലും ഈ തരൂരിൻ്റെ ഈ നിലപാടിനെ സ്വാഗതം ചെയ്യില്ലേ? കൊള്ളാം, മോദിയൊക്കെ അഭിനന്ദിക്കുന്ന ഇയാൾ പറയുന്ന കാര്യം ആരും മൈൻഡ് ചെയ്യുന്നു? ലോകരാജ്യങ്ങൾ ശശി തരൂരിനാണ്. ശശി തരൂർ എന്ത് പറയുന്നു? ലോകരാജ്യമൊന്നും മൈൻഡ് ചെയ്യാറൊന്നുമില്ല. അതൊക്കെ വെറുതെ അങ്ങേരുടെ ഭക്തന്മാർ പറഞ്ഞു നടക്കുക. നമ്പർ 2, വിശ്വപൗരനാണ് എന്ന് ശശി തരൂർ ഇന്ന് വരെ അവകാശപ്പെട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ ആൾക്കാർ തിരഞ്ഞെടുപ്പിൻ്റെ സമയം തുറക്കുന്ന ഓരോ നമ്പറാണ് വിശ്വപൗരനാണെന്ന്. ശശി തരൂരിൻ്റെ വായിൽ നിന്നും ഞാൻ ഇന്ന് വരെ ഞാൻ വിശ്വപൗരനാണെന്ന് കേട്ടില്ല. അങ്ങനെ അവകാശപ്പെട്ടിട്ടുമില്ല. അവകാശപ്പെടാത്ത കാര്യം അങ്ങനെ ചെയ്തു എന്ന് പറയുന്ന അങ്ങേർക്കൊരു കുറച്ചില്ല. അത് ചെയ്യരുത്. മാത്രമല്ല അങ്ങേരുടെ ഈ അഭിപ്രായം മറ്റ് രാജ്യങ്ങളൊന്നും ശ്രദ്ധിക്കുക പോലുമില്ല. അതിനുള്ള വലിപ്പമൊന്നും ശശി തരൂരിനില്ല. നമ്പർ 2, റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കണം എന്ന് ഇന്ത്യക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത് നീണ്ടുപോകണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്ത്യയുടെ താല്പര്യം അതാണ്. റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടന്നാൽ നമ്പർ 1, റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് എണ്ണ കിട്ടിക്കൊണ്ടിരിക്കും. യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ശ്രദ്ധ യുക്രൈൻ ഭാഗത്ത് നിൽക്കും. പിന്നെ ഒന്ന് ഇസ്രായേൽ ഭാഗത്ത് നിൽക്കും. നമ്മൾ സ്വസ്ഥമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കും. ഇപ്പം നടക്കുന്നില്ല. ഇപ്പം നമ്മളൊരു ഡിസ്പ്യൂട്ടിലും ഇൻവോൾവൊന്നുമല്ല. അപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം തുടരുന്നതാണ് ഇന്ത്യക്ക് നല്ലത്. ബട്ട് ഇത് പുറത്ത് പറയാൻ പറ്റുമോ? വി വാണ്ട് റഷ്യ ഉക്രൈൻ വാർ ടു കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോകസമാധാനത്തിനെതിരായി പോകും. അതുകൊണ്ട് നമ്മൾ യുദ്ധം അവസാനിക്കണം എന്ന് പറയും. പക്ഷേ അവസാനിക്കാതിരിക്കാനുള്ള സകല വിദ്യകളും പ്രയോഗിക്കുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ പരിപാടി. പക്ഷേ ഇപ്പോൾ ഈ മോദിയെ ഇങ്ങനെ തുടർച്ചയായിട്ട് തരൂർ അഭിനന്ദിക്കുന്നത് അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇഷ്ടമല്ലോ. അത് സത്യമല്ലേ? മോദി ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഒരു MP നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത്, ഞാൻ പറയട്ടെ, ഈ റെയ്സിന ഡയലോഗ് പുറത്ത് വന്നു, ആരും ഒന്നും പ്രതികരിച്ചില്ല എന്ന് വെച്ചു.
അതിൻ്റെ ആയുസ് എത്രയാണ്? ഏറിയാൽ ഒരു ദിവസം, അത് കഴിഞ്ഞു. പിന്നെ അതുകൊണ്ടാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്, അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കട്ടെ, ഞാനത് കണ്ടില്ല, നോക്കാം, അത് KPCCക്ക് അതിന് സംവിധാനം ഉണ്ട്, അവർ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് നടന്നിട്ടുണ്ട്. VD സതീശൻ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ്. ഇത് മിണ്ടും തോറും ഇത് വലുതായിക്കൊണ്ടിരിക്കും. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ സെൽഫ് ഗോളായിട്ട് മാറുന്നത്. മിണ്ടാതിരിക്കുന്നതാണ് കോൺഗ്രസിന് നല്ലത്. അവസാനമായിട്ട് ചോദിച്ചാൽ തരൂർ BJPയിലേക്ക് പോകുമോ? ഇല്ലെന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ല. നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.